ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലവക്ഷണഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്ലവക്ഷണഫലം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ദ്രാവകം ആ വസ്തുവിൻ്റെ മേലെ താഴെ നിന്ന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷണഫലം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പം ആ വസ്തുവിന് ഭാരക്കുറവുണ്ടാകുന്നു. ഈ പ്ലവക്ഷണഫലം കാരണം വസ്തുവിന് ഭാരക്കുറവുണ്ടാകുന്നു. പ്ലവക്ഷണഫലത്തിൻ്റെ മൂല്യവും ഈ ഒരു ഭാരക്കുറവിൻ്റെ മൂല്യവും തുല്യമായിരിക്കും. ഈ ഭാരക്കുറവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലവക്ഷണഫലത്തിൻ്റെ മൂല്യം കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ പ്ലവക്ഷണഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആദ്യം തന്നെ പൂരിത ഉപ്പ് ലായനി, ജലം, ഗ്ലിസറിൻ, ഈ 3 ദ്രാവകങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഈ 3 ദ്രാവകങ്ങളും തുല്യ അളവിൽ 3 ബീക്കറുകളിൽ എടുക്കുന്നു, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. പിന്നെ 100 ഗ്രാം തൂക്കക്കട്ടി എടുത്ത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഭാരം വായുവിൽ കണക്കാക്കുക. അതിനുശേഷം ഈ 3 ദ്രാവകങ്ങളിലും പൂർണ്ണമായി മുക്കി 3 ദ്രാവകങ്ങളിലും അത് നോക്കാം, റീഡിങ് നോക്കാം. അപ്പം 100 ഗ്രാം തൂക്കക്കട്ടി എടുക്കുക, അപ്പോൾ അതിൻ്റെ ഭാരം വായുവിൽ നോക്കുക. ശേഷം ഈ 3 ദ്രാവകങ്ങളിലും പൂർണ്ണമായി മുക്കിയിട്ട് സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന റീഡിങ് എത്രയാണെന്നുള്ളത് നോക്കുക. വായുവിലെ ഭാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് ഇക്വേഷൻ വെച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യാം. W=mg നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. എം മാസാണ്, മാസം 100 ഗ്രാം ആണ്, ഇൻറ്റു ജി 9.8. 100 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാം ആക്കുമ്പോൾ നമുക്ക് 0.1 എന്ന് കിട്ടും. 0.1 ഇൻറ്റു 9.8 ചെയ്യുമ്പോൾ നമുക്ക് 0.98 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ആ തൂക്കക്കട്ടിയുടെ വായുവിലെ ഭാരം 0.98 ന്യൂട്ടണാണ്. ഇനി നോക്കാനായിട്ടുള്ളത് തൂക്കക്കട്ടിയുടെ ഓരോരോ ദ്രാവകങ്ങളിലെ ഭാരമാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് പൂരിത ഉപ്പ് ലായനിയിലാണ്. പൂരിത ഉപ്പ് ലായനിയിൽ 100 ഗ്രാം തൂക്കക്കട്ടി മുക്കി സ്പ്രിംഗ് ബാലൻസിൽ ഇപ്പം നമ്മൾ റീഡിങ് എടുത്തപ്പം നമുക്ക് ഏകദേശം കിട്ടിയിരിക്കുന്നത് 0.8 ന്യൂട്ടണാണ്. 0.8 ന്യൂട്ടൺ. പിന്നെ അതിന് ശേഷം ജലത്തിൽ മുക്കി ഇതേപോലെ റീഡിങ് എടുത്തു. അപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.9 ന്യൂട്ടണാണ്. പിന്നെ അതിന് ശേഷം ഗ്ലിസറിനിൽ മുക്കി ഇതേപോലെ തന്നെ റീഡിങ് എടുത്തു. അപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.7 ന്യൂട്ടണാണ്. അപ്പം ഏറ്റവും കൂടിയ റീഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജലത്തിലാണ്. ഏറ്റവും കുറഞ്ഞ റീഡിങ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്ലിസറിനിലാണ്. ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ വെച്ച് ഭാരക്കുറവ് കണക്കാക്കുകയാണ് വേണ്ടത്. ഭാരക്കുറവ് അഥവാ പ്ലവക്ഷണഫലം രണ്ടും തുല്യമാണ്. അപ്പോൾ അതിന് നമ്മൾ വായുവിലെ ഭാരം മൈനസ് ദ്രാവകത്തിലെ ഭാരം ചെയ്യണം. ആദ്യം തന്നെ പൂരിത ഉപ്പ് ലായനീൻ്റെ കേസ്. വായുവിലെ ഭാരം 0.98 ന്യൂട്ടൺ, ദ്രാവകത്തിലെ ഭാരം 0.8 ന്യൂട്ടൺ. അപ്പോൾ 0.98 മൈനസ് 0.8 ചെയ്യുമ്പോൾ നമുക്ക് 0.18 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ പൂരിത ഉപ്പ് ലായനിയിലെ പ്ലവക്ഷണഫലം 0.18 ന്യൂട്ടണാണ്. ഇനി ജലത്തിലെ ഭാരക്കുറവ് അഥവാ പ്ലവക്ഷണഫലം കണക്കാക്കാൻ 0.98 ന്യൂട്ടൺ മൈനസ് 0.9 ന്യൂട്ടൺ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 0.08 ന്യൂട്ടൺ എന്ന് കിട്ടും. ഗ്ലിസറിൻ്റെ കേസിൽ ഭാരക്കുറവ് അഥവാ പ്ലവക്ഷണഫലം കണക്കാക്കാൻ തൂക്കക്കട്ടിയുടെ വായുവിലെ ഭാരം മൈനസ് തൂക്കക്കട്ടിയുടെ ദ്രാവകത്തിലെ ഭാരം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 0.98 മൈനസ് 0.7 0.28 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ പ്ലവക്ഷണഫലം പൂരിത ഉപ്പ് ലായനിയുടെ കേസിൽ 0.18 ന്യൂട്ടൺ, ജലത്തിൻ്റെ കേസിൽ 0.08 ന്യൂട്ടൺ, ഗ്ലിസറിൻ്റെ കേസിൽ 0.28 ന്യൂട്ടൺ. ഇപ്പോൾ ഇവിടെ വ്യത്യസ്ത ദ്രാവകങ്ങൾ എടുത്തപ്പം പ്ലവക്ഷണഫലവും വ്യത്യസ്തമാണ്. ദ്രാവകം മാറുന്നതിനനുസരിച്ച് പ്ലവക്ഷണഫലത്തിൻ്റെ മൂല്യം മാറുന്നുണ്ട്. വ്യത്യസ്ത ദ്രാവകങ്ങളിൽ ഒരേ പ്ലവക്ഷണഫലമല്ല കിട്ടുന്നത്. ഇതിനുള്ള കാരണം എന്തായിരിക്കും? വ്യത്യസ്ത ദ്രാവകങ്ങളിൽ വ്യത്യസ്ത ഭാരക്കുറവ് അല്ലെങ്കിൽ വ്യത്യസ്ത പ്ലവക്ഷണഫലം അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കും പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു കാര്യത്തിന് വ്യത്യസ്ത ഭാരക്കുറവ് അനുഭവപ്പെട്ടത് ഇതിന് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്.
എന്താണ് സാന്ദ്രത? ഒരു വസ്തുവിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് വ്യാപ്തം എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസാണ് ഒരു വസ്തുവിൻ്റെ സാന്ദ്രത. ഈ ഒരു സാന്ദ്രത എന്ന് പറയുന്ന കാര്യമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ കുറച്ച് ദ്രാവകങ്ങളും ആ ദ്രാവകങ്ങളുടെ സാന്ദ്രത ഏകദേശം kg/m³ കൊടുത്തിട്ടുണ്ട്. ജലത്തിൻ്റെത് 1000 പൂരിത ഉപ്പുലായനിയുടേത് 1025, മണ്ണെണ്ണയുടേത് 810, ഗ്ലിസറിൻ്റേത് 1260, വെളിച്ചെണ്ണേൻ്റെത് 920. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ദ്രാവകങ്ങളുടെയൊക്കെ സാന്ദ്രത ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ. ഏത് ദ്രാവകത്തിലാണ് തൂക്കക്കട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്ലവക്ഷബലം അനുഭവപ്പെട്ടത്? അപ്പം നമ്മൾ നേരത്തെ ടേബിൾ നോക്കിയിട്ടാണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. നേരത്തെ ടേബിൾ നോക്കുകയാണെങ്കിൽ ഈ 3 ദ്രാവകങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷബലം അനുഭവപ്പെട്ടത് ഗ്ലിസറിനാണ്. 0.28 ന്യൂട്ടനായിരുന്നു മൂല്യം ഗ്ലിസറിൻ. ഏത് ദ്രാവകത്തിലാണ് തൂക്കക്കട്ടിക്ക് ഏറ്റവും കുറവ് പ്ലവക്ഷബലം അനുഭവപ്പെട്ടത്? അത് നമ്മൾ നേരത്തെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ആ 3 ദ്രാവകങ്ങളിൽ ജലത്തിനാണ് ഏറ്റവും കുറവ് പ്ലവക്ഷബലം അനുഭവപ്പെട്ടത്, 0.08 ന്യൂട്ടൺ. ഇനി പട്ടികയിൽ നൽകിയിരിക്കുന്നവയിൽ ഏത് ദ്രാവകത്തിനാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ? പട്ടിക നോക്കുമ്പം ഗ്ലിസറിനാണ് സാന്ദ്രത കൂടുതൽ. എന്തുകൊണ്ടായിരിക്കും ഗ്ലിസറിനിൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷബലം അനുഭവപ്പെട്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ പ്ലവക്ഷബലം ഗ്ലിസറിനിലാണ്, ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഗ്ലിസറിനാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൂടിയ സാന്ദ്രത കൊണ്ടാണ് ഗ്ലിസറിനിൽ പ്ലവക്ഷബലം കൂടിയത്. ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടുമ്പം പ്ലവക്ഷബലം കൂടുന്നു. കൂടിയ സാന്ദ്രതയുള്ള ദ്രവങ്ങൾക്ക് പ്ലവക്ഷബലം കൂടുതലായിരിക്കും. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് പ്ലവക്ഷബലം എന്താണ് സംഭവിക്കുന്നത്? കൂടുന്നു ആണോ കുറയുന്നു ആണോ? കൂടുന്നു. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പം പ്ലവക്ഷബലം കൂടുന്നു. അപ്പോൾ പ്ലവക്ഷബലത്തിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾക്കുള്ള വിശദീകരണം നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തേത്, ശുദ്ധജലത്തിൽ കോഴിമുട്ട താഴ്ന്നു പോകുമെങ്കിലും പൂരിത ഉപ്പുലായനിയിൽ പൊങ്ങിക്കിടക്കുന്നു. എന്താണ് നമ്മളത് സാന്ദ്രതയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ശുദ്ധജലത്തിന് ഉപ്പുലായനി അപേക്ഷിക്കും സാന്ദ്രത കുറവാണ്, ഉപ്പുലായനിക്ക് സാന്ദ്രത കൂടുതലാണ്. ഉപ്പുലായനിയിലെ പ്ലവക്ഷബലം കൂടുതലാണ്. ആ പ്ലവക്ഷബലം കൂടുതലാകുമ്പോൾ താഴേന്ന് മുകളിലേക്കാണ് ഈ പ്ലവക്ഷബലം വരുന്നത്. അപ്പം കോഴിമുട്ട താഴ്ന്നു പോകാതെ പൊങ്ങിക്കിടക്കുന്നു. ശുദ്ധജലത്തിൽ പ്ലവക്ഷബലം കുറവായതുകൊണ്ട് കോഴിമുട്ട താഴ്ന്നു പോകുന്നു. ഇനി അടുത്ത സന്ദർഭം, കപ്പൽ ശുദ്ധജല തടാകത്തിൽ നിന്ന് കടലിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉയരുന്നു. ശുദ്ധജല തടാകത്തിൽ എന്താണ്? സാന്ദ്രത കുറവാണ്, പ്ലവക്ഷബലം കുറവാണ്. കടലാവുമ്പം കടലിൽ ഉപ്പുണ്ട്, ഉപ്പിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ശുദ്ധജല തടാകത്തിലെ ജലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം കടലിലെ ജലത്തിന് സാന്ദ്രത കൂടുതലാണ്, പ്ലവക്ഷബലം കൂടുതലാണ്. കൂടുതൽ പ്ലവക്ഷബലം അടിയിൽ നിന്ന് മേലേക്ക് വസ്തുവിൻ്റെ മേലെ പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് വസ്തു ഉയരുന്നു. ഇനി അടുത്ത സന്ദർഭം, ചാവുകടലിൽ ആരും തന്നെ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചാവുകടൽ എവിടെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാവുകടൽ എന്ന് പറയുന്നത് ഒരു ഉപ്പുജല തടാകമാണ്. ഇസ്രായേലിനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉപ്പുജല തടാകമാണ്. തടാകമായിട്ടും ഇതിനെന്താണ് കടലിന് വിളിക്കുന്നത്? നല്ല വലുപ്പമുണ്ട്, അതേപോലെ തന്നെ ഉപ്പിൻ്റെ അധിക സാന്നിധ്യമുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ചാവുകടൽ ആ കടൽ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സാധാരണ കടലിനേക്കാളും ലവണാംശം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളത്തിന് സാന്ദ്രതയും കൂടുതലാണ്. ഈ ഒരു വൻതോതിലുള്ള ലവണാംശം കാരണം ഇവിടെ അങ്ങനെ വേറെ സ്ഥലത്തുള്ളതുപോലെ സസ്യങ്ങളും ജന്തുക്കളും ഒന്നുമില്ല. അവയ്ക്കൊന്നും ഈ ഒരു ഏരിയയിൽ സർവൈവ് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ചാവുകടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു കുട്ടി ഇങ്ങനെ അവിടെ പൊങ്ങിക്കിടക്കുന്നത്.
അവിടെ നമ്മുടെ സന്ദർഭം ശാവുകടലിൽ ആരും തന്നെ പൂർണ്ണമായും മുങ്ങിപ്പോകുന്നില്ല. എന്താണ്, അവിടെ ലവണാംശം അത്രയും കൂടുതലാണ്, പ്ലവക്ഷഫലവും അത്രയും കൂടുതലാണ്. അപ്പോൾ പ്ലവക്ഷഫലം ആളെ ആണെങ്കിലും വസ്തുവിനെ ആണെങ്കിലും അവിടെ പൊക്കി നിർത്തും. ഇനി നോക്കാനുള്ളത് ഇതേപോലെ തന്നെ പ്ലവക്ഷഫലത്തെ സ്വാധീനിക്കുന്ന വേറെ ഘടകങ്ങൾ ഉണ്ടോ എന്ന്. ഒന്ന് നമ്മളിപ്പം പറഞ്ഞു, ദ്രവത്തിൻ്റെ സാന്ദ്രത. ഇതുപോലെ വേറെ ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിനടുത്ത പരീക്ഷണമാണ്. അപ്പം ഒരേ ഭാരമുള്ള ഒരു ഇരുമ്പ് കട്ടയും ചെമ്പ് കട്ടയും എടുക്കുക. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും വായുവിലെ ഭാരവും ജലത്തിലെ ഭാരവും കണക്കാക്കുക, ടേബിൾ ഫില്ല് ചെയ്യുക, പ്ലവക്ഷഫലം കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് വായുവിലെ ഭാരം W1 ന്യൂട്ടൺ, ജലത്തിലെ ഭാരം W2 ന്യൂട്ടൺ. പ്ലവക്ഷഫലം എന്ന് പറയുന്നത് വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം W1 മൈനസ് W2 അത്രയും ന്യൂട്ടൺ. അപ്പോൾ ആദ്യം തന്നെ വായുവിലെ ഭാരം എഴുതി. വായുവിലെ ഭാരം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് കണക്കാക്കി റീഡിങ് എടുത്ത് എഴുതി. രണ്ടിൻ്റെയും വായുവിലെ ഭാരം തുല്യമാണ്. ചെമ്പുകട്ടേൻ്റെയും ഇരുമ്പുകട്ടേൻ്റെയും വായുവിലെ ഭാരം 5 ന്യൂട്ടൺ. ഇനി രണ്ടും ജലത്തിൽ മുക്കിയതിന് ശേഷമുള്ള റീഡിങ് എടുക്കണം. നമ്മൾ ചെമ്പുകട്ടേൻ്റെ ജലത്തിലെ ഭാരം നോക്കിയപ്പം 4.3 ന്യൂട്ടനാണ് കിട്ടിയത്. ഇരുമ്പുകട്ടേൻ്റെ ജലത്തിൽ മുക്കിയ ശേഷമുള്ള ഭാരം നോക്കിയപ്പം 4 ന്യൂട്ടനാണ് കിട്ടിയത്. ഇനി പ്ലവക്ഷഫലം കണ്ടുപിടിക്കുമ്പം ചെമ്പുകട്ടൻ്റെ കേസിലെ പ്ലവക്ഷഫലം W1 മൈനസ് W2 5 മൈനസ് 4.3 0.7 ന്യൂട്ടനാണ്. ചെമ്പുകട്ടൻ്റെ കേസിലെ പ്ലവക്ഷഫലം 0.7 ന്യൂട്ടനാണ്. ഇനി ഇരുമ്പുകട്ടൻ്റെ കേസിൽ പ്ലവക്ഷഫലം 5 ന്യൂട്ടൺ മൈനസ് 4 ന്യൂട്ടൺ 1 ന്യൂട്ടൺ. അപ്പം ചെമ്പുകട്ടേൻ്റെ കേസിലുള്ള പ്ലവക്ഷഫലം 0.7 ന്യൂട്ടണും ഇരുമ്പുകട്ടേൻ്റെ കേസിലുള്ള പ്ലവക്ഷഫലം 1 ന്യൂട്ടനുമാണ്. ഏതിനാണ് പ്ലവക്ഷഫലം കൂടുതൽ അനുഭവപ്പെട്ടത്? ഇരുമ്പുകട്ടയ്ക്കാണ് കൂടുതൽ പ്ലവക്ഷഫലം അനുഭവപ്പെട്ടത്. ഏതിനാണ് വ്യാപ്തം കൂടുതൽ? ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇരുമ്പുകട്ടയ്ക്കാണ് വ്യാപ്തം കൂടുതൽ. ഇപ്പം പ്ലവക്ഷഫലം കൂടുതൽ ഇരുമ്പുകട്ടയ്ക്കാണ്, വ്യാപ്തം കൂടുതൽ ഇരുമ്പുകട്ടയ്ക്കാണ്. അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വ്യാപ്തം കൂടുമ്പം പ്ലവക്ഷഫലം കൂടുന്നു. പ്ലവക്ഷഫലത്തിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് വസ്തുവിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ വ്യാപ്തം കൂടുമ്പോൾ പ്ലവക്ഷഫലം കൂടുന്നു. അപ്പം എന്തൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്? ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പം അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷഫലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ദ്രവത്തിൻ്റെ സാന്ദ്രതയാണ്, മറ്റൊന്ന് വസ്തുവിൻ്റെ വ്യാപ്തമാണ്. ദ്രവത്തിൻ്റെ സാന്ദ്രത കൂടുമ്പം പ്ലവക്ഷഫലം കൂടുന്നു, അതുപോലെ തന്നെ വസ്തുവിൻ്റെ വ്യാപ്തം കൂടുന്നപ്പോഴും പ്ലവക്ഷഫലം കൂടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.